ഹലോ ഫ്രണ്ട്സ്, UK പ്രൈവറ്റ് നമ്പർ പ്ലേറ്റുകൾ മിക്ക വണ്ടികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മനോജ് ഗേജിന്റെ ടെസ്ലയുടെ MKJ എന്ന നമ്പർ പ്ലേറ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല, അതിലും സൂപ്പർ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഫാൻസി നമ്പർ വാങ്ങാൻ പറ്റും, പക്ഷേ ഇവിടെ UK നമുക്ക് നമ്മുടെ പേരിലുള്ള നമ്പർ പ്ലേറ്റ് ഈസി ആയി വാങ്ങാവുന്നതാണ്. UK എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് വാങ്ങുന്നതെന്നും അതെങ്ങനെയാണ് ലീഗലായിട്ട് നമ്മുടെ കാറിൽ വെക്കുന്നതെന്നും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് ഓൺലൈനായി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷനാണ് DVLAയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പേരോ സ്ഥലമോ ഏതെങ്കിലും പ്രത്യേക നമ്പറോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ മാച്ച് ആകുന്നത് പോലെ നമുക്ക് വാങ്ങാവുന്നതാണ്. 250 പൗണ്ട് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ആവുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് DVLAയുടെ ഓൺലൈൻ ഓപ്ഷൻ വഴി പ്രൈവറ്റ് നമ്പർ പ്ലേറ്റുകൾ നമുക്ക് വാങ്ങാവുന്നതാണ്. DVLA ഒരു വർഷം 9 ഓപ്ഷനാണ് നടത്തുന്നത്. ഓരോ ഓപ്ഷനിലും 2000 നമ്പർ പ്ലേറ്റുകളാണ് 7 ദിവസത്തേക്കായിട്ട് ഓപ്ഷൻ വെക്കുന്നത്. ഓപ്ഷനിലുള്ള വണ്ടി നമ്പറുകളും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ ഓപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇഷ്ടപ്പെട്ട നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനിൽ ബിഡ് ഇടാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് പ്രൈവറ്റ് ഡീലർമാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റുകൾ വാങ്ങാവുന്നതാണ്. റെജ് ട്രാൻസ്ഫേഴ്സ്, നാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റ് ഹണ്ടർ, ഇവരൊക്കെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് വിൽക്കുന്നവരാണ്. ഇനി നാലാമത്തെ ഓപ്ഷനാണ് പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് സെല്ലേഴ്സ് ആയ ക്ലാസിഫൈഡ്സിൽ നിന്നോ അല്ലെങ്കിൽ 186K മെമ്പേഴ്സൊക്കെ ഉള്ള ഫേസ്ബുക്ക് പേജായ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ്സ് ഫോർ സെയിൽ എന്ന ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ eBay പോലുള്ള പ്രൈവറ്റ് ഓപ്ഷൻ സൈറ്റുകൾ വഴി നമുക്ക് വാങ്ങാവുന്നതാണ്. ഈ പറയുന്ന ഏത് രീതിയിൽ വാങ്ങിയാലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം V750 സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് എന്ന ഡോക്യുമെന്റ് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. ഇനി മുൻപ് ആരെങ്കിലും കൈവശം വെച്ച നമ്പർ പ്ലേറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ V778 റിട്ടൻഷൻ ഡോക്യുമെന്റ് അവരുടെ അടുത്ത് നിന്നും നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ കാറിൽ ഈ പുതിയ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് വെക്കുന്നതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, UK രജിസ്റ്റർ ചെയ്ത കാറായിരിക്കണം. അതുപോലെ തന്നെ V5C ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. 2, വണ്ടി ടാക്സ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്ലെയർഡ് സോൺ ആയിരിക്കണം. 3, കാർ ഇപ്പോൾ ഉള്ളതിലും പുതിയതാക്കുന്ന നമ്പർ പ്ലേറ്റ്സ് വെക്കാൻ പറ്റില്ല. അതായത് 2018 കാറിന് 2024 2025 വണ്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നമ്പർ പ്ലേറ്റ്സ് വെക്കാൻ അലൗഡ് അല്ല. ഓക്കെ, ഇനി എലിജിബിലിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഓൺലൈനായി പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് വാങ്ങി കഴിയുമ്പോൾ ഇമെയിൽ വഴി പർച്ചേസ് റെഫറൻസ് നമ്പറും പൈസ കൊടുത്തതിൻ്റെ റെസിപ്റ്റും വാങ്ങിയ നമ്പർ പ്ലേറ്റിൻ്റെ കൺഫർമേഷനും കിട്ടുന്നതാണ്. പിന്നെ ഈ V750 സർട്ടിഫിക്കറ്റ് പോസ്റ്റലായി കിട്ടാനുള്ള അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിലോ ഇനി കിട്ടിയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപേക്ഷിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ലിങ്കും എങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ പുതിയ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് അസൈൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള വേറൊരു ലിങ്കും നമുക്ക് ഇമെയിൽ വഴി കിട്ടുന്നതാണ്. ഇനി ഈ വാങ്ങിയ നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിയിലേക്ക് ലീഗലായിട്ട് എങ്ങനെയാണ് നമുക്ക് അസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഓൺലൈനായോ പോസ്റ്റലായോ നമ്മുടെ വണ്ടിയിലേക്ക് ലീഗലായി അസൈൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റൻ്റായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അസൈൻ എ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് ഓൺലൈൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ നമുക്ക് കയ്യിലുള്ള V750 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ V778 സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസും V5C ലോഗ് ബുക്കിലെ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്ത് ഡീറ്റെയിൽസ് മാച്ച് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായി പുതിയ നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിയിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. ഇനി DVLA നമ്പർ പ്ലേറ്റ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇമെയിലായിട്ട് DVLA നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അയച്ചു തരും. പ്രത്യേകം ഓർക്കണം, ഈ വെബ്സൈറ്റ് രാവിലെ 7 മണി തൊട്ട് രാത്രി 7 മണി വരെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പോസ്റ്റലായി നമ്പർ പ്ലേറ്റ് അസൈൻ ചെയ്യണമെങ്കിൽ നമ്പർ പ്ലേറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ V750യുടെയോ V778 ഡോക്യുമെൻറ്റിൻ്റെയോ സെക്ഷൻ 1 ഫില്ല് ചെയ്ത് DVLA സ്വാൻസി SA991DS എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിന് ഏകദേശം 2 ആഴ്ചയാണ് സമയം എടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇമെയിലായി കിട്ടിയ ഈ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റും V750 അല്ലെങ്കിൽ V778 സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും അല്ലെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫിനായി എന്തെങ്കിലും യൂട്ടിലിറ്റി ബില്ലോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ആയി അടുത്തുള്ള രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റ് സപ്ലയറിൻ്റെ അടുത്ത് പോയി പുതിയ നമ്പർ പ്ലേറ്റ് 20 പൗണ്ട് തൊട്ട് 30 പൗണ്ട് വരെ കൊടുത്ത് പ്രിന്റ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. പുതിയ നമ്പർ പ്ലേറ്റ് ഈസിയായി നമുക്ക് തന്നെ 4 സ്ക്രൂ ഇളക്കി മാറ്റി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് വാങ്ങിയെടുത്ത് തന്നെ ചെറിയ ചിലവിൽ നമുക്ക് മാറ്റി തരുന്നതാണ്. പോലെ കഴിഞ്ഞില്ല, ഒരു കാര്യം മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർ ഇൻഷുറൻസ് പ്രൊവൈഡറിൻ്റെ പുതിയ കാർ നമ്പർ പ്ലേറ്റ് നിർബന്ധമായും ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിരിക്കണം.
ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ക്യാൻസൽ ആവാനോ ഫൈൻ കിട്ടാനോ ചാൻസ് കൂടുതലാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് DVLA പുതുക്കിയ V5C സർട്ടിഫിക്കറ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എൻജോയ് യുവർ പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് ആൻഡ് സേഫ് ഡ്രൈവ്. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കാറിന് പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ദയവായി ഒരു ഫോട്ടോ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.